പ്രതിനിധി ഷെറിൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെറിൻ, കൃത്യമായ രീതിയിലുള്ള റെസ്പോൺസ് അല്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഭാഗത്തു നിന്ന്. ഒരു സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നില്ല, അതിന് പകരം പ്രതിപക്ഷമായിട്ടിരിക്കാനുള്ള ഒരു സാധ്യത അങ്ങനെയാണോ കണക്കാക്കേണ്ടത്? ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്കിന്റെ നേതാവ് ഞാൻ ഷെറിലേക്ക് വരാം. ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജൻ നമുക്കൊപ്പം ചേരുന്നു. ഇന്ത്യ സഖ്യം എടുക്കുന്ന തീരുമാനം അതെന്താണ്? അതിൽ ഒരു വ്യക്തത ഇപ്പോഴും ഉണ്ടാകുന്നില്ല. ഒരു അധികാര വടംവലിയിലേക്ക് നിങ്ങളില്ല, പകരം ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ ആഗ്രഹിക്കുകയാണ്. ആ തരത്തിലാണ് സഖ്യം വിഭാവനം ചെയ്യുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ തെരഞ്ഞെടുപ്പില് ജനം നരേന്ദ്രമോദിയുടെ ഭരണത്തെ നിരാകരിച്ചു എന്നുള്ളത് വ്യക്തമാണ്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷവും ജനങ്ങൾ നൽകിയിട്ടില്ല. ബി.ജെ.പിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഭരണം മുഖാന്തിരം അടിസ്ഥാന വിഷയങ്ങൾ ഒന്നുപോലും പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അഴിമതി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ പരിഹരിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അതിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ് ഇവിടെ നടന്നത്. അത് വിധിയെഴുത്ത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് ജനങ്ങൾ നൽകിയിട്ടുണ്ട്, മാൻഡേറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തീരുമാനം അതിനനുസരിച്ചുള്ള സമയത്ത് സ്വീകരിക്കുന്നതായിരിക്കും എന്നൊരു തീരുമാനമാണ് ഇന്ത്യ മുന്നണി കൈക്കൊണ്ടിട്ടുള്ളത്. അതായത് ഇതിനകത്ത് NDA വളരെ പെട്ടെന്ന് ഒരു സർക്കാർ രൂപീകരണ സാധ്യതകളിലേക്ക് കടക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങ് 2 ദിവസത്തിനകം ഉണ്ടാകുമെന്നുള്ളൊരു വിവരം വരുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളൊരു സൂചനയാണോ കൂടുതലായി എടുക്കേണ്ടത്? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ബി.ജെ.പി സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്. അതുപോലെ തന്നെ ബി.ജെ.പി നയിക്കുന്ന മുന്നണി സിംഗിൾ ലാർജസ്റ്റ് പ്രീ പോൾ അലയൻസുമാണ്. സ്വാഭാവികമായിട്ടും അവർക്കായിരിക്കും മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള പ്രാഥമിക പരിഗണന കിട്ടുക. അതിനെ നമുക്ക് എതിർക്കാൻ കഴിയില്ല. എന്നാൽ അതേസമയം അവർക്കൊരു പോപ്പുലർ മാൻഡേറ്റ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ജനങ്ങളുടെ വിജയിച്ചാണ്. ആ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രതിപക്ഷത്തിനും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവസരം വരുന്ന സാഹചര്യത്തിൽ അപ്രകാരം ഒരു തീരുമാനമെടുക്കുന്ന ജനപക്ഷം മാനിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കും, അതാണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇപ്പൊ ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് വികാരത്തിനനുസരിച്ച് പാർലമെന്റിൽ പ്രവർത്തിക്കാൻ, പാർലമെന്റിന് പുറത്തും പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ അങ്ങനെ കരുതുന്നുണ്ടോ? അതോ ഈ ഒരു സഖ്യം, ഈ ഒരു ശക്തി ഉണ്ടാകും ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ? അങ്ങനെയാണോ കരുതേണ്ടത്? പലതരത്തിലുള്ള അതുണ്ടാകുമല്ലോ, അതുണ്ടാകും. അക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ മുന്നോട്ട് പോകും. എല്ലാവർക്കും അവരവരുടെ സ്റ്റേറ്റിൽ നടത്തിയിട്ടുള്ള ക്യാമ്പയിനെ സംബന്ധിച്ച വിവരം ഇന്ന് അവരെല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതായത് വിലപേശലുകളുടെ ഒരു ഭാഗം അപ്പുറത്ത് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരം ഒരു ഭയം, അത്തരം ഒരു ഇൻസെക്യൂരിറ്റി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴില്ല, അല്ലെ? അത്തരം ഉണ്ടാകുമല്ലോ, അതുണ്ടാകുക സ്വാഭാവികമാണല്ലോ. കാരണം ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരിക്കുകയും ഘടകകക്ഷികളെ ആശ്രയിച്ചുകൊണ്ട് ഭരണം നടത്തേണ്ടി വരികയും ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ പോലെ ഏകാധിപത്യക്ക് എത്ര കാലമാണ് ഇവരെയൊക്കെ സഹിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസരം വരുമ്പോൾ, അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് ഇന്ത്യ മുന്നണി. ജി ദേവരാജൻ, ഒരു കാര്യം കൂടെ ചോദിച്ചുകൊള്ളട്ടെ. പ്രതിപക്ഷത്ത് വരുന്നത്, പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായിട്ട് കോൺഗ്രസിന് തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, അപ്പോഴും അതാരായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ഒരു വശത്തും. അങ്ങനെ പ്രതിപക്ഷത്ത് അമരക്കാരനാകുകയാണെങ്കിൽ അതാരായിരിക്കും? അത് രാഹുൽ ഗാന്ധി ആകാനുള്ള സാധ്യത താങ്കൾ കണക്കാക്കുന്നുണ്ടോ? അതിന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നില്ല. അതേതായാലും കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് തീരുമാനിക്കുന്നതിന് ഇന്ത്യ മുന്നണിയിൽ എതിർപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല. റൈറ്റ്, വളരെയധികം നന്ദി ജി ദേവരാജൻ പ്രതികരിച്ചതിന്.